അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. ഹംദ് തെറാപ്പി, ഹിപ്നോ തെറാപ്പിക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അള്ളാഹു തആലാക്ക് ധാരാളം ശുക്ർ ചെയ്യേണ്ടവരാണ് നമ്മൾ. ഈമാനിന്റെ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ പകുതിയും ശുക്റാണ്, നന്ദിബോധമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ് ഹിപ്നോ തെറാപ്പി, ഹംദ് തെറാപ്പി ആയതുകൊണ്ട് തന്നെ 6 മാസം മുകളിലുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള സഹോദരിമാര് എൻ്റെ ക്ലാസ് കേൾക്കാൻ പാടില്ല. ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളും ക്ലാസ് കേൾക്കാൻ പാടില്ല ഇൻഷാ അള്ളാഹ്. അഥവാ അറ്റാക്ക് പോലത്തെ ബുദ്ധിമുട്ടുകളുള്ള അത് കൂടുതലുള്ള ആളുകളാണെങ്കിൽ ക്ലാസ് കേൾക്കേണ്ടതില്ല. ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പായിട്ട് വളരെ പ്രധാനമായിട്ട് ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത്, വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കണം. ഇൻഷാ അള്ളാഹ് നമ്മൾ വീഡിയോ ഓഫ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശാന്തമായ ഒരു അവസരത്തിൽ, നല്ല ഒരു ശാന്തമായ സ്ഥലത്ത് ഇരുന്ന് കണ്ണടച്ചിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ ക്ലാസ് കേൾക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ഇതുകൊണ്ടൊരു പ്രയോജനമല്ല. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രയോജനം, അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ വളരെ ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് കണ്ണടച്ചിരുന്ന് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ അതുപോലെ നിങ്ങൾ ചെയ്താൽ മാത്രമേ അതിന്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ, എൻജോയ് ചെയ്യാനും പറ്റുകയുള്ളൂ എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ യജമാനനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അള്ളാഹു താല ലോകത്ത് ഓരോ മനുഷ്യർക്കും കോടാനി 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 എണ്ണം കണക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മളത് മൂല്യവത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നില്ലെന്ന് മാത്രം. അള്ളാഹു താല നൽകുന്ന കണ്ണിനെ പറ്റി നമ്മൾ വിശദമായി പറഞ്ഞു. കേൾവി ശക്തി, നാവിനെ സംസാരിക്കാനുള്ള ശേഷി, കൈകാലുകളുടെ പ്രവർത്തനക്ഷമത, എല്ലാം ഓരോന്നും 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 പറയുകയാണെങ്കിൽ നമുക്ക് സമയം ദിവസങ്ങളോളം ആവശ്യമുണ്ടാകും. അത്രമാത്രം പറഞ്ഞ് വിശദീകരിച്ചാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓരോ സെക്കൻഡുകളിലും ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് യഥാർത്ഥത്തിൽ നന്ദി പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. എന്നാലും അൽഹംദു റഅ്സു ശുക്രി, യജമാനനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അൽഹംദു റഅ്സു ശുക്രി, നന്ദിയുടെ അധ്യക്ഷൻ, ഹെഡ് ആയിട്ടുള്ളത് ഹംദ് പറയലാണ്, സ്തുതിക്കലാണ്. അതുകൊണ്ട് യജമാനനായ റബ്ബ് തആലയെ നമ്മൾ എപ്പോഴും സ്തുതിക്കണം. അതിനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, ഒരു പ്രഭാതത്തിൽ തന്നെ ഒരു മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ എണീക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ നമ്മൾ ദിക്ർ ചൊല്ലുന്നുണ്ട്. അവിടെ നമ്മൾ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. അല്ലദി അഹ്യാനി ബഅദമാ അമാതനി, എന്നെ ഉറക്കിയതിനു ശേഷം ജീവിപ്പിച്ച റബ്ബിനാണ് സർവസ്തുതി. രണ്ട് കാര്യത്തിന് അവിടെ ഹംദ് പറയുന്നുണ്ട്. ഉറങ്ങിയതും ഉറക്ക എന്നുള്ള വലിയൊരു അനുഗ്രഹമാണ്. എത്രയോ ആളുകൾക്ക് ഉറങ്ങാൻ സാധിക്കാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ ആളുകൾ ഉറക്കം കിട്ടാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെ? അപ്പൊ ഉറങ്ങിയതിന് അൽഹംദുലില്ലാ, ഉറക്കിയതിന് അൽഹംദുലില്ലാ. ഉറക്കത്തിൽ നിന്നും ഉറങ്ങി അത് മരണമായിട്ട് പരിണമിക്കുന്ന എത്രയോ ആളുകളുടെ ജീവിതം നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയോ ആളുകളുടെ അനുഭവം നമ്മൾ പറയാറുണ്ട്, അല്ലെ? രാത്രി കിടക്കുന്ന സമയത്ത് ഉറങ്ങിയതാണ്, പിന്നെ രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നില്ല. അപ്പൊ ഉറക്കിയതിന് ശേഷം എണീപ്പിക്കുകയും ചെയ്യുന്ന, രണ്ടും ചെയ്യുന്ന റബ്ബിനാണ് അൽഹംദുലില്ലാ സർവസ്തുതിയും. ഭക്ഷണം കഴിച്ചു, ഈ കിട്ടുന്ന ഭക്ഷണത്തിന്റെ പിറകെ ഒരുപാട് കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഭക്ഷണങ്ങൾക്ക് കഴിച്ചതിന് ശേഷം സുന്ദരമായി അത് വയറ്റിലേക്ക് എത്തുന്നു, അൽഹംദുലില്ലാ. നോക്കൂ നിങ്ങൾ, അത് എവിടെങ്കിലും ഒന്ന് സ്തംഭിച്ചു പോയാൽ, ആ റൂട്ടൊന്ന് ബ്ലോക്കായി പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരു അവസ്ഥ അങ്ങനെ ആക്കി തന്നിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ആത്മാർത്ഥമായിട്ട് നമ്മൾ അൽഹംദുലില്ലാ പറയണം. വെള്ളം കിട്ടുന്നു, വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ പറയുന്നു. എന്തേ കാരണം? ജീവിതത്തിൽ എത്രയോ ആളുകൾക്കൊരു ശുദ്ധ പാനീയം കിട്ടാത്തതിന്റെ പേരിൽ, ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പോലൊന്നും റബ്ബ് നമ്മെ ആക്കി തന്നിട്ടില്ലല്ലോ. സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് ശുദ്ധമായ വെള്ളം കുടിച്ച് ജീവിക്കാനുള്ള അവസരം പടച്ച റബ്ബ് നമുക്ക് തന്നല്ലോ. അൽഹംദുലില്ലാ. ദിക്റുകൾ ഒരുപാട് സമയങ്ങളിൽ നമുക്ക് ചെല്ലേണ്ടതുണ്ട്. ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബാത്റൂമിൽ പോയിട്ട് സുഖകരമായ രൂപത്തിൽ മലമൂത്ര വിസർജനം സാധ്യമാകുന്നുണ്ട്. എത്രയോ ആളുകൾക്ക് ശോധനം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ശോധനം ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന എത്ര ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്.
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങളുടെ കാരണം അത് വയർ സ്തംഭനമാണ്. നോക്കൂ, നിങ്ങൾ വയറ് സ്തംഭിച്ചു പോയി കഴിഞ്ഞാൽ വയർ സ്തംഭിച്ചു പോയി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും 70ഓളം രോഗങ്ങൾ വയർ സ്തംഭനത്തിന് വേണ്ടി മാത്രമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗൗരവം ചെറുതൊന്നുമല്ല. പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, ഭക്ഷണം കഴിച്ച് അത് സുഖകരമായ ദഹന പ്രക്രിയ അതിലൂടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലാഹു തആലയെ എത്ര നമ്മൾ ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. അൽഹംദുലില്ലാ. വെള്ളം കുടിച്ച് അല്ലെങ്കിൽ പാനീയം ഉള്ളിലേക്ക് പോയി സുഖകരമായ രൂപത്തിൽ അത് മൂത്രമായിട്ട് മലിനമായിട്ട് പുറത്തേക്ക് പോകുന്നു. അതും ഒന്ന് സ്തംഭിച്ചു പോയാൽ മൂത്രകല്ലിന്റെ അസുഖമുള്ള ആളുകളൊക്കെ എത്ര ആളുകൾ കഷ്ടപ്പെടുന്നു. പക്ഷേ അപ്പോൾ മാത്രമാണ് ആ കഷ്ടപ്പാട്, ഇത് മലിനജലം അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഈ വിസർജ്യ വസ്തു പുറത്തേക്ക് പോകാതെ സ്തംഭിച്ചു നിന്നാൽ, അവിടെ അങ്ങ് സ്റ്റോപ്പായി കഴിഞ്ഞാൽ, അവിടെ സ്റ്റോപ്പായി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുണ്ടാകുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയാതെ പോകുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സുന്ദരമായ പാർപ്പിടം സൗകര്യം തന്നിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് വീടില്ലാണ്ട് അങ്ങാടികളിലും ടൗണുകളിലും പട്ടണങ്ങളിലും തെരുവോരങ്ങളിൽ കിടന്നുറങ്ങുന്ന എത്രയോ ആളുകളുണ്ട്, അല്ലെ? അതൊക്കെ പോട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈമാൻ നൽകിയല്ലോ. അല്ലാഹു തആലാക്ക് നമുക്ക് ഈമാൻ തരലും തരാതിരിക്കലും സമമാണ്. നമുക്കൊരിക്കലും തരൽ നിർബന്ധമൊന്നും അള്ളാഹുവിന്റെ മേലിൽ ഇല്ല. പക്ഷേ അവന്റെ മഹ്ലായ ഫضل കൊണ്ട് ഈമാൻ തന്നല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പ്രായക്കാരായ എത്ര ആളുകൾ നമ്മുടെ സമീപത്ത് ജീവിക്കുന്നവരുണ്ട്. അന്യ മതസ്ഥരിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നവരുണ്ട്. ഇനി നമ്മുടെ മതത്തിൽപ്പെട്ട ആളാലെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ വിശുദ്ധമായ അറിവും വിജ്ഞാനവും പഠിക്കാനും സൗഭാഗ്യം ലഭിക്കാത്ത എത്ര ആളുകളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റാത്ത എത്രയോ ആളുകൾ നമ്മുടെ പ്രായക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ എത്രയോ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അൽഹംദുലില്ലാ ഇത് കേൾക്കാനും ഇത് മനസ്സിലാക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബുദ്ധി തന്നല്ലോ. ബുദ്ധി കൊടുക്കാത്ത അല്ലാഹു തആലാന്റെ അടിയാളുകളായ ആളുകൾ എത്ര ആളുകൾ ലോകത്തുണ്ട്. അവർക്കും നമുക്കും ബുദ്ധി തരലും തരാതിരിക്കലും പടച്ച റബ്ബിന് സമമായിരിക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്നല്ലോ. അൽഹംദുലില്ലാ. പക്ഷേ അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹങ്ങളുടെ വിലയുടെ ആ വാല്യൂ മനസ്സിലാക്കാതെ പലപ്പോഴും റബ്ബിനെ നമ്മൾ പഴിചാരുന്നത് എത്ര വലിയ അപകടമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് ആത്മാർത്ഥതയോടുകൂടെ റബ്ബിലേക്ക് അടുത്ത് ഹംദ് ചെയ്ത് ശുക്ർ ചെയ്ത് മരണം വരെ അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്ത് ശുക്ർ ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെല്ലുന്നതെല്ലാം പടച്ച റബ്ബിനെ നമ്മൾ ശുക്ർ തന്നെയാണ്. നമ്മൾക്ക് അല്ലാഹു തആലാക്ക് ഇബാദത്തായി ചെയ്യുന്ന പ്രവർത്തനങ്ങളും പറയുന്ന വാക്കുകളും വിശ്വസിക്കുന്ന എല്ലാം റബ്ബ് തആലാക്കുള്ള അനുഗ്രഹങ്ങളുടെ പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ശുക്ർ തന്നെയാണ്, നന്ദി തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും ഹെഡായിട്ടുള്ളത്, ഏറ്റവും അധ്യക്ഷനായിട്ടുള്ളത്, ഏറ്റവും ഉയർന്ന ഗ്രേഡിലുള്ളത് അത് അൽഹംദുലില്ലാഹ് എന്നാണ്. ഇന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അൽഹംദു റഅ്സു ശുക്രി, അല്ലെ? ശുക്രിന്റെ അധ്യക്ഷൻ ഹെഡായിട്ടുള്ളത് സ്തുതിക്കലാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകാരം നമുക്ക് എല്ലായ്പ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. അങ്ങനെ എപ്പോഴും സ്തുതിക്കുന്ന ഒരാള്, അങ്ങനെ എപ്പോഴും നന്ദിബോധമുള്ള ഒരാള് എങ്കിൽ മാത്രമേ ഈമാനിന്റെ പകുതി നമ്മിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഹദീസിന്റെ സാരം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇൻഷാ അള്ളാഹ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ഇൻഷാ അള്ളാഹ് ശുക്ർ ചെയ്യുകയാണ്, നമ്മൾ നന്ദിയുള്ളവരാവുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഹിപ്നോ ഹംദ് തെറാപ്പിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിന്റെ മുമ്പായി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ് കേൾക്കുന്നതിന് മുമ്പായിട്ട് നല്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇൻഷാ അള്ളാഹ് നല്ല ഒരു ചെയറിലോ അതുപോലെ തന്നെ കട്ടിലോ എവിടെയെങ്കിലും സുഖകരമായ രൂപത്തിൽ ചെയറിൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ബെസ്റ്റായി, ഇല്ലെങ്കിൽ താഴെ ഇരിക്കാം. എന്തായാലും നല്ല ഒരു ക്ലൈമറ്റ്, നല്ല സുഖകരമായ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാവൂ. ഞാൻ പറയുന്ന ആക്ടിവിറ്റീസുകൾ അതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുകൊണ്ടുള്ള ആത്മാർത്ഥതയും ആത്മീയതയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇൻഷാ അള്ളാഹ് വീഡിയോ താൽക്കാലികം ഒന്ന് ഓഫ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് സൗകര്യത്തിന് സുഖകരമായ രൂപത്തിൽ, നിങ്ങൾക്ക് റാഹത്തുള്ള സന്തോഷകരമായ ഒരു അവസ്ഥയിൽ നിങ്ങൾ വളരെ സേഫായിട്ട് ഒരു ചെയറിൽ ഇരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാം.
ഞാൻ പറയുന്ന ആക്ടിവിറ്റീസുകൾ അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. കാല് രണ്ടും തറയിൽ വെക്കുക, നിലത്ത് കാല് രണ്ടും തറയിൽ വെച്ച് കൈ രണ്ടും തുടയിൽ വെച്ച് സ്റ്റഡി ആയിട്ട് നിവർന്നിരിക്കുക. ഞാൻ പറയുന്ന ആക്ടിവിറ്റീസുകൾ അതുപോലെ തന്നെ ചെയ്യുക. നിവർന്നിരുന്ന് നല്ല ശാന്തമായ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നു. നിവർന്നിരുന്ന് റാഹത്തോടുകൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കിതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ വളരെ റാഹത്തോടുകൂടെ നിങ്ങൾ ചെയ്യുന്നു. വളരെ ശാന്തമായ ഒരു ക്ലൈമറ്റിൽ നിങ്ങൾ ഇരുന്ന് കൈ രണ്ടും തൊടയിൽ വെച്ച് കാല് തറയിലമർത്തി വെച്ച് സ്റ്റഡി ആയിട്ട് ചാരി ഇരിക്കുകയാണ്. ഓക്കെ, ഇൻഷാ അള്ളാഹ്. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. സ്ലോലി, സാവകാശം കണ്ണുകൾ അടച്ചോളൂ. എല്ലാവരും കണ്ണുകൾ അടക്കുക. ഞാൻ പറയുന്ന ആക്ടിവിറ്റീസുകൾ അതുപോലെ ചെയ്യുക. കണ്ണുകൾ അടക്കുക. ഇനി ഞാൻ കണ്ണ് തുറക്കാൻ പറയുന്നത് വരെ ആരും കണ്ണ് തുറക്കരുത്. കണ്ണടച്ച് കാല് രണ്ടും തറയിൽ വെച്ച് കൈ തൊടയിൽ വെച്ച് സ്റ്റഡിയായി നല്ല റാഹത്തായിട്ട് സമാധാന അന്തരീക്ഷത്തിൽ എല്ലാവരും ഇരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്നു. കണ്ണടച്ചിരുന്ന് മൂക്കിലൂടെ തണുത്ത ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. സാവകാശം വായയിലൂടെ ചൂടുള്ള ശ്വാസം പുറത്തേക്ക് വിടുന്നു. മൂക്കിലൂടെ തണുത്ത ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. വായയിലൂടെ ചൂടുള്ള ശ്വാസം പുറത്തേക്ക് വിടുന്നു. നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ മൂക്കിലൂടെ തണുത്ത ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിലും വായയിലൂടെ ചൂടുള്ള ശ്വാസം പുറത്തേക്ക് വിടുന്നതിലും മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ള ശ്രദ്ധ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, വായയിലൂടെ ശ്വാസം വിടുന്നു. മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, വായയിലൂടെ ശ്വാസം വിടുന്നു. നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതും നിങ്ങളുടെ മനസ്സിന്റെ കണ്ണുകൊണ്ട്, ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, വായിലൂടെ ശ്വാസം വിടുന്നു. പതിയെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് മാത്രം നോക്കുന്നു. മനസ്സിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ മാത്രം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്നുമില്ലാത്ത, കളങ്കമറ്റ, എല്ലാ ചിന്തകളും ഡിലീറ്റ് ചെയ്യപ്പെട്ട ശാന്തമായൊരു അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. യജമാനനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ എണ്ണുന്ന ഈമാൻ. ഈമാൻ എന്ന വലിയ അനുഗ്രഹം യജമാനനായ റബ്ബ് തആല എനിക്ക് തന്നല്ലോ. എന്നെ അള്ളാഹു മുഅ്മിനാക്കിയല്ലോ. അള്ളാഹുവിനൊരിക്കലും എന്നെ മുഅ്മിനാക്കൽ നിർബന്ധമില്ല. മുഅ്മിനായ ഒരാളെ മുഅ്മിനാക്കൽ അള്ളാഹു തആലാക്ക് നിർബന്ധമായ അഭിവാജ്യ ഘടകമല്ലാഞ്ഞിട്ട് പോലും യജമാനനായ എൻ്റെ റബ്ബ് എനിക്ക് ഈമാൻ നൽകി അനുഗ്രഹിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. മനസ്സിന്റെ അകം തട്ടി, മനസ്സിന്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥതയോടുകൂടെ മനസ്സുകൊണ്ട് നിങ്ങൾ പറയുക, നാവ് കൊണ്ട് പറയുക, അൽഹംദുലില്ലാഹ്. യജമാനനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്ര കാലം ജീവിച്ചിട്ട് പട്ടിണിയില്ലാണ്ട് എല്ലാ ടൈമിലും എനിക്ക് ഭക്ഷണം തന്നല്ലോ. ലോകത്ത് അള്ളാഹു തആല എത്രയോ അവന്റെ അടിമകൾക്ക് ഭക്ഷണം കിട്ടാണ്ട് മരിച്ചു വീഴുന്ന സാഹചര്യമുണ്ട്. എനിക്ക് ഇത്ര കാലം പട്ടിണിയില്ലാണ്ട് ദിവസവും 2, 3, 4 നേരവും എനിക്ക് കൃത്യമായ അളവിൽ ഭക്ഷണം തന്നല്ലോ. ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നമ്മൾക്ക് പറയാം, അൽഹംദുലില്ലാഹ്. യജമാനനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്ര കാലം, ഈ സെക്കൻഡ് വരെ ശ്വാസോച്ഛ്വാസത്തിന് ഒരു തടസ്സം പോലും തരാണ്ട്, ഒരു വിഷമവും കൂടാതെ, ഒരു സ്റ്റോപ്പും തരാണ്ട് കൃത്യമായ അളവിൽ എനിക്ക് ശ്വാസം എടുക്കാനും ശ്വാസം വിടാനും യജമാനനായ റബ്ബ് തആല എനിക്ക് തൗഫീഖ് തന്നല്ലോ. ഒരു സെക്കൻഡ് എങ്ങാനും എനിക്ക് ശ്വാസം എടുക്കുന്നിടത്ത് ശ്വാസം വിടുന്നിടത്ത് സ്റ്റോപ്പിലായാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കേസ്. ഇത്ര കാലം എനിക്ക് എൻ്റെ റബ്ബ് ശ്വാസം എടുക്കാൻ ശ്വാസം, വായു, ശുദ്ധമായ അന്തരീക്ഷം തന്നല്ലോ. ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അള്ളാഹുവിനെ ഓർത്ത് ആത്മാർത്ഥമായി
പറഞ്ഞോളൂ, അൽഹംദുലില്ലാഹ്. യജമാനനായ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ചെവി കേൾക്കാൻ, ചെറുപ്പം തൊട്ട് ഈ സെക്കൻഡ് വരെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള കേൾവിയുടെ ശക്തി തന്നല്ലോ. ഈ കേൾവി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ രൂപത്തിൽ നമ്മുടെ ശ്രവണപുടങ്ങളിലേക്ക് എത്തി അത് കൃത്യമായ വിഷയങ്ങൾ കൃത്യമായിട്ടും കേൾക്കാനുള്ള കേൾവി ശക്തി എൻ്റെ റബ്ബ് തആല എനിക്ക് തന്നല്ലോ. ലോകത്ത് എത്രയോ ആളുകൾ ചെവി കേൾക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അവർക്കൊന്നും കൊടുക്കാത്ത ഒരു കഴിവ് എൻ്റെ റബ്ബ് എനിക്ക് തന്നല്ലോ. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, ആത്മാർത്ഥമായി കൊണ്ട്, ഇഷ്ടപ്പെട്ടുകൊണ്ട്, ഹൃദയത്തിന്റെ അടിത്തട്ടറിഞ്ഞുകൊണ്ടൊരു സ്നേഹത്തോടുകൂടെ അള്ളാഹുവിന് നമുക്ക് ശുക്ർ ചെയ്യാം. അൽഹംദുലില്ലാഹ്. ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഒരു വേദന നമുക്ക് വരികയാണ്. ഇത്രകാലം ജീവിച്ചിട്ട് ജീവിതത്തിന്റെ എത്രയോ നിമിഷങ്ങളിൽ സുഖവും സന്തോഷവും ആസ്വദിച്ചുകൊണ്ട് അള്ളാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ എത്രയും ആസ്വദിച്ചിട്ടും പടച്ച റബ്ബിനെ പഴിചാരി ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും മാത്രം എണ്ണി എൻ്റെ റബ്ബ് തആല എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അറിയാതെ പോയതിലുള്ള ഒരു വലിയ നൊമ്പരം ഹൃദയത്തിന്റെ എവിടെയോ കണ്ണുനീരായി കണ്ണുകളിലൂടെ ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങുകയാണ്. എൻ്റെ റബ്ബ് തആല എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ചെറുതൊന്നും അല്ല. എൻ്റെ റബ്ബ് തആല എനിക്ക് നൽകുന്ന ശുക്ർ ചെയ്യാൻ ഉതകുന്ന രൂപത്തിലുള്ള ഖൈറാത്തുകൾ ചെറുതൊന്നുമല്ല. ആലോചിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. നമ്മെ നന്നായിട്ട് സ്നേഹിക്കുകയും നമുക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു തരുന്ന നമ്മുടെ യജമാനനായ റബ്ബ് തആല എത്ര കാലം ഈ സെക്കൻഡ് വരെ, ജീവിതത്തിന്റെ തുടക്കം മുതൽ ഈ സെക്കൻഡ് വരെ ഓരോ മൈക്രോ സെക്കൻഡുകളിലും ജീവൻ നൽകി അനുഗ്രഹിച്ച് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ അടിത്തട്ടറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ നന്ദി ബോധത്തോടുകൂടെ നമ്മൾ ഹൃദയം തട്ടി പറയുന്നു അൽഹംദുലില്ലാഹ്. കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്, സ്നേഹമാണ്. എൻ്റെ റബ്ബ് എനിക്ക് ജീവിക്കാൻ, എൻ്റെ കൈകാലുകൾ ചലിപ്പിക്കാനുള്ള ശേഷി തന്നിട്ടുണ്ട്. എൻ്റെ വിരലുകളുടെ ഓരോ കെണുപ്പറിഞ്ഞും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാനുള്ള ശേഷി എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ കൈകാലുകളുടെ ശരീരത്തിന്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ഓരോ കെണുപ്പുകളിലും ഇത്ര കാലം ഓരോ ജോയിന്റുകളിലും ഒരു തടസ്സം കൂടാതെ സന്തോഷത്തോടുകൂടെ അത് മടക്കാനും നിവർത്താനുള്ള കഴിവ് എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ട് ആ ആരോഗ്യത്തെക്കുറിച്ച് ഇത്രകാലം അൽഹംദുലില്ലാ പറയാത്തതിൽ ഹൃദയത്തിന്റെ ഉള്ളിലെവിടെയോ ഒരു നൊമ്പരമായി വേദനയായിട്ട് നിങ്ങളുടെ കണ്ണുകൾ ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. യജമാനനായ റബ്ബ് തആല ഇത്രക്കും സ്നേഹിച്ച്, അടിമയാകുന്ന എന്നെ ഇത്രക്കും സ്നേഹിച്ച്, ഇത്രക്കും ഇഷ്ടപ്പെട്ട് ഈ അടിമക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു തന്നിട്ടും ആ റബ്ബിനെ ഓർത്ത് ആത്മാർത്ഥമായി ഹൃദയം തട്ടി, ഹൃദയത്തിന്റെ അടിത്തട്ട് തട്ടി ഒരു അൽഹംദുലില്ലാ പറയാത്തതിൽ വിഷമിച്ചുകൊണ്ട്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമുക്ക് ശുക്ർ പറയാം. അൽഹംദുലില്ലാഹ്. ജീവിതത്തിൽ എത്രയോ സമയങ്ങളിൽ നമ്മൾ മലമൂത്ര വിസർജനം സുന്ദരമായിട്ട് ചെയ്യുന്നു. ഒരു തടസ്സങ്ങളും നമ്മുടെ വയറിനകത്ത് ഇതുവരെ പടച്ച റബ്ബ് എനിക്ക് തന്നിട്ടില്ല. എത്രയോ ഹോസ്പിറ്റലുകളുടെ വരാന്തയിലൂടെ കയറി പോകുമ്പോൾ എത്രയോ ആളുകളുടെ വയറ് വീർത്തുമുട്ടി ഒരിറ്റ് മൂത്രം പുറത്തേക്ക് പോകാൻ സാധിക്കാണ്ട്, മലം പുറത്തേക്ക് പോകാൻ സാധിക്കാണ്ട് വയറ് വീർത്തുമുട്ടിയ ഒരുപാട് ആളുകൾ ലോകത്ത് ആശുപത്രികളിൽ ജീവിക്കുമ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് ആത്മാർത്ഥതയോടുകൂടെ എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ ഈ അനുഗ്രഹത്തെ മനസ്സിന്റെ അടിത്തട്ടറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് നമുക്ക് നമ്മുടെ റബ്ബാകുന്ന, എന്നെ ഇത്ര അധികം സ്നേഹിക്കുകയും എനിക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു തരുന്ന എൻ്റെ റബ്ബാകുന്ന, എൻ്റെ യജമാനനാകുന്ന, എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെ സ്നേഹത്തോടുകൂടെ നമുക്ക് ശുക്ർ ചെയ്യാം. മനസ്സിന്റെ അടിത്തട്ട് കൊണ്ട് പറഞ്ഞോൾ അൽഹംദുലില്ലാഹ്. ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷത്തിന്റെ അതുപോലെ തന്നെ സങ്കടത്തിന്റെയും കണ്ണുനീർ കണ്ണുകളിൽ നിന്നും ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രകാലം എൻ്റെ റബ്ബ് എനിക്ക് തന്ന സ്നേഹം, എൻ്റെ റബ്ബ് എന്നെ സ്നേഹിച്ച് തുടർന്ന് ചെയ്ത് തന്ന കാര്യങ്ങൾ അറിയാണ്ട് പോയി.
അതിന്റെ വേദനയുണ്ട്. എന്റെ റബ്ബ് താഴെ എനിക്ക് തന്ന അനുഗ്രഹങ്ങളുടെ വണ്ണവും വലുപ്പവും ആലോചിച്ച്, എന്റെ റബ്ബ് താഴെ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ആലോചിച്ച് സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴുതുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണുകളിൽ നിന്ന്. ധാരധാരയായിട്ട് കണ്ണുകൾ ചാരിട്ടൊഴുകിക്കൊണ്ടിരിക്കുന്നു. വേണ്ടും എന്നാലും കുഴപ്പമില്ല, എന്റെ റബ്ബിനെ ആലോചിച്ചല്ലേ. എന്റെ റബ്ബ് ആത്മാർത്ഥമായി എന്റെ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് വീണ്ടും ഹൃദയത്തിന്റെ ഉള്ളറിഞ്ഞ് ഉള്ളിൽ നിന്നും വീണ്ടും വീണ്ടും അള്ളാഹുവിനെ ഓർത്ത് അൽഹംദുലില്ലാഹ് പറയുന്നു. യാ അല്ലാഹ്, യാ അല്ലാഹ്. ഹൃദയമറിഞ്ഞുകൊണ്ട് വീണ്ടും അല്ലാഹ്, 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 അല്ലാഹ്. എന്റെ റബ്ബ് എനിക്ക് ഇത്ര കാലം എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തിട്ട് എന്റെ റബ്ബിനെ തിരിച്ചൊന്ന് സ്നേഹിക്കാൻ അല്ലെങ്കിൽ പഴിചാരാൻ വേണ്ടി മാത്രമേ നമുക്ക് സമയം കണ്ടെത്തിയിട്ടുള്ളൂ. യാ റബ്ബ്, യാ അല്ലാഹ്, അല്ലാഹ്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഇഷ്കോടുകൂടെ സ്നേഹത്തോടുകൂടെ നമ്മുടെ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ശുക്ർ പറയാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമുക്ക് റബ്ബ് തആല സുഖകരമായി താമസിക്കാനുള്ള വീട് തന്നു. ലോകത്ത് എത്രയോ ആളുകൾക്ക് വീടില്ല. അൽഹംദുലില്ലാഹ്. നമുക്ക് കുടുംബം തന്നു, മക്കളെ തന്നു, മാതാപിതാക്കളെ തന്നു, ഭർത്താവിനെ തന്നു. ഇതൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ അല്ലാഹു തആലയുടെ അടിയാളുകളിലുണ്ട്. എന്റെ റബ്ബ് എനിക്കിതെല്ലാം തന്നല്ലോ, അൽഹംദുലില്ലാഹ്. ഈ നന്മകളും ഈ ഹൈറാത്തുകളും എന്റെ റബ്ബ് എനിക്ക് തരൽ നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ എന്നെ സ്നേഹിച്ച് ഉള്ളറിഞ്ഞ് ഇഷ്ടപ്പെട്ട് എന്റെ റബ്ബ് എനിക്ക് ഈ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ തന്നല്ലോ. ആത്മാർത്ഥമായി ഹൃദയം തൊട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് ശുക്ർ പറയാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ സെക്കൻഡ് വരെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിശ്വാസത്തിൽ വൈകല്യം വന്നു പോകുന്ന ഒരു ബിദ്അത്തിന്റെ കൂട്ടത്തിൽ എന്റെ റബ്ബ് എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. ആത്മാർത്ഥമായി അൽഹംദുലില്ലാ നമുക്ക് പറയാം. ലോകത്ത് കോടാനി 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 മനുഷ്യന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ അള്ളാഹു 700-800 കോടി ജനങ്ങൾ അള്ളാഹു താല അടിമകളിൽ ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, പക്ഷേ ആ അള്ളാഹുവിന് ആത്മാർത്ഥമായിട്ട് യഥാർത്ഥ രൂപത്തിൽ ഇഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്ന അവന്റെ യഥാർത്ഥ അടിമകളായി മുസ്ലിമായി ജീവിക്കാൻ വളരെ ന്യൂനപക്ഷം കോടിക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും എന്റെ റബ്ബ് ഉൾപ്പെടുത്തിയല്ലോ. ഹൃദയം തൊട്ടറിഞ്ഞെന്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, എന്റെ യജമാനനായ എന്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാഹ് പറയാം. അൽഹംദുലില്ലാഹ്. ഒന്നിച്ച് എന്റെ റബ്ബിനെ ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് എന്റെ റബ്ബിനോടുള്ള ഇഷ്ടമെല്ലാം പറഞ്ഞുകൊണ്ട് ഹൃദയം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ശുക്ർ ചെയ്യാം. അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. ഹൃദയം അറിഞ്ഞുകൊണ്ട് എന്റെ റബ്ബാകുന്ന അല്ലാഹ്, 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 അല്ലാഹ്. അള്ളാഹു ഒരു അടിമക്ക് നൽകുന്ന ഏറ്റവും നല്ല അനുഗ്രഹങ്ങളും അള്ളാഹു ഒരു അടിമക്ക് നൽകുന്ന ഇഷ്ടവും ഇത്ര കാലം അറിയാതെ ആസ്വദിക്കാതെ പോയതിൽ എന്തെന്നില്ലാത്ത ഖേദമുണ്ട്. പക്ഷെ ഈ സമയത്തെങ്കിലും ഈ കോടാനി കോടാനി ആളുകൾ ജീവിക്കുന്ന ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ ഒരവസരം കിട്ടിയതിൽ അള്ളാഹുവിനെ വീണ്ടും വീണ്ടും ആത്മാർത്ഥമായി സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഹൃദയത്തിൽ എന്നും ഒരു പ്രകാശം, ഇതാ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഒരു പ്രകാശം രൂപപ്പെട്ടിരിക്കുന്നു. ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ഹൃദയത്തിലേക്ക് നോക്കൂ. ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു ആത്മാർത്ഥമായ ഒരു ആത്മീയ പ്രകാശം രൂപപ്പെട്ടിരിക്കുന്നു. ആ പ്രകാശം അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ വന്ന ഈമാനിക വെളിച്ചമാണ്. ആ പ്രകാശം നന്ദിബോധമെന്ന ഈമാനിന്റെ പകുതി നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ നട്ടുപിടിപ്പിച്ചതിന്റെ പേരിൽ ഉണ്ടായ ആത്മീയമായിട്ടുള്ള ലൈറ്റാണ്, വെളിച്ചമാണ്. ആ പ്രകാശം നമ്മുടെ കൈകാലുകളിലേക്ക് ഇതാ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക്, നമ്മുടെ മൂക്കിലേക്ക്, നമ്മുടെ ചെവിയിലേക്ക്, നമ്മുടെ നാവിലേക്ക്, നമ്മുടെ കൈകാലുകളുടെ എല്ലാ അവയവങ്ങളിലേക്ക് അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബ് തആലയെ അവന് ഇഷ്ടപ്പെടാത്ത ഒരു കാഴ്ചയും എൻ്റെ കണ്ണുകൊണ്ട് ഇനി കാണുകയില്ലെന്ന തീർച്ച ബോധ്യം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും കൂടി കൂടി ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്തൊരു വാക്കും ഞാൻ പറയുകയില്ലെന്ന തീർത്ത ബോധ്യം എൻ്റെ ഹൃദയത്തിന്റെ അടിയുറച്ച വിശ്വാസം കൊണ്ട് ഞാൻ കോൺഫിഡന്റോട് കൂടെ ഞാൻ തീരുമാനിക്കുന്നു. ഹൃദയത്തിന്റെ ആ പ്രകാശം, ഈമാനിക വെളിച്ചം കൈകാലുകളിലേക്ക് വന്നതുകൊണ്ട് എൻ്റെ റബ്ബ് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നൽകിയ ആ കൈകാലുകൾ കൊണ്ടൊരിക്കലും അവൻ ഇഷ്ടപ്പെടാത്ത, എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്ത, എൻ്റെ രക്ഷിതാവിന് ഇഷ്ടപ്പെടാത്ത ഒന്നും ഞാൻ ചെയ്യുകയില്ലെന്ന് തീർത്ത ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആലാക്ക് ഓരോ സെക്കൻഡുകളിലും ഇബാദത്താക്കി മാറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ വാക്കുകളും, എല്ലാ ചലനങ്ങളും നിക്ഷലനങ്ങളും എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ഒരു രൂപത്തിൽ മാത്രമേ ആക്കുകയുള്ളൂ എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നു. അള്ളാഹുവിനോട് എന്തെന്നില്ലാത്ത ഇഷ്ടം കൂടിക്കൂടി കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. യാ റബ്ബ് യാ അല്ലാഹ്, കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. യാ അല്ലാഹു യാ അല്ലാഹ്, കണ്ണുകൾ ധാരധാരയായിട്ട് ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതെന്റെ റബ്ബിനോടുള്ള ഇഷ്ടമാണ്, അതെന്റെ റബ്ബിനോടുള്ള സ്നേഹമാണ്. ഒരടിമക്ക് ഉടമയാകുന്ന യജമാനനായ അള്ളാഹുവിനോടുള്ള ഒരു സാമീപ്യമാണ് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതെന്ന് ഉറച്ച് വിശ്വസിക്കുക. യാ റബ്ബ് യാ അല്ലാഹ്, യാ റബ്ബ് യാ അല്ലാഹ്, യാ റബ്ബ് യാ അല്ലാഹ്. ഹൃദയത്തിൽ ഈമാനിക പ്രകാശം കൊണ്ട്, എന്തെന്നില്ലാത്തൊരു ആത്മാർത്ഥത കൊണ്ട്, ഒരു സന്തോഷം കൊണ്ട്, കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട്, ഹൃദയം പെടപെടച്ചുകൊണ്ട്, എന്തെന്നില്ലാത്ത എൻ്റെ റബ്ബിനോടുള്ള ഇഷ്ടത്തിന്റെ, സ്നേഹത്തിന്റെ പ്രകാശം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡായി കൊണ്ട് തന്നെ ഒരു തെറ്റുകളിലേക്കും ഇനി ഞാൻ പോവുകയില്ലെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുന്നു. ഒരു ഹറാമ് കേൾക്കാനും കാണാനും സംസാരിക്കാനും എനിക്കെന്റെ റബ്ബ് തആല, എന്നെ ഇഷ്ടപ്പെട്ട് എനിക്കെന്റെ റബ്ബ് തആല നൽകിയ അവയവങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അതിനു വേണ്ടി മാത്രമേ എൻ്റെ റബ്ബ് തആല എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളാകുന്ന അവയവങ്ങളെ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള തീർത്ത ബോധ്യം ഹൃദയത്തിൽ വീണ്ടും വീണ്ടും ഉറച്ച വിശ്വാസമായി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നു. എൻ്റെ റബ്ബിനോട് എന്തെന്നില്ലാത്ത ഇഷ്ടം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും സാമീപ്യവും കൂടി വരികയാണ്. യാ റബ്ബ് യാ അല്ലാഹ്, എൻ്റെ കണ്ണ് തന്ന റബ്ബേ അൽഹംദുലില്ലാ, എൻ്റെ കാത് തന്ന റബ്ബേ അൽഹംദുലില്ലാ, സംസാരിക്കാൻ നാവ് നൽകിയ അല്ലാഹ് അൽഹംദുലില്ലാ, ചവക്കാൻ പല്ല് തന്ന റബ്ബേ അൽഹംദുലില്ലാ, പ്രവർത്തിക്കാൻ കൈകാലുകൾ തന്ന റബ്ബേ യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് അൽഹംദുലില്ലാ, നടക്കാൻ കാല് തന്ന റബ്ബേ അൽഹംദുലില്ലാ, നിന്റെ യഥാർത്ഥ സത്യമതത്തിൽ വിശ്വസിക്കാൻ ഈമാൻ നൽകിയ റബ്ബേ അൽഹംദുലില്ലാ, താമസിക്കാൻ താമസയോഗ്യമായിട്ടുള്ള വീട് തന്ന റബ്ബേ അൽഹംദുലില്ലാ, ജീവിക്കാൻ സമ്പത്ത് തന്ന റബ്ബേ അൽഹംദുലില്ലാ, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സകലതും തന്ന റബ്ബേ അൽഹംദുലില്ലാ, മക്കളെ തന്ന റബ്ബേ അൽഹംദുലില്ലാ, മാതാപിതാക്കളെ തന്ന റബ്ബേ അൽഹംദുലില്ലാ, ഭാര്യ ഭർത്താക്കന്മാരെ തന്ന റബ്ബേ അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. എന്തെന്നില്ലാത്തൊരു സന്തോഷം മനസ്സിന്റെ ഉള്ളിൽ കൂടി വരുന്നു. എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം മനസ്സിൽ കൂടി വരുന്നു. ഹൃദയം തൊട്ട് എൻ്റെ റബ്ബിനെ സ്നേഹം അറിഞ്ഞതുകൊണ്ട്, എൻ്റെ റബ്ബിനോടുള്ള ഇഷ്ടം അറിഞ്ഞതുകൊണ്ട്, ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സ്നേഹം കൂടി വന്നതിന്റെ കാരണം കൊണ്ട് കണ്ണുകളിൽ നിന്നും പെഴുതു തീർന്ന കണ്ണുനീർ ധാരധാരയായിട്ട് വീണ്ടും വീണ്ടും പെഴുതുകൊണ്ടിരിക്കുന്നു. അതിൽ വീണ്ടും വീണ്ടും കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ റബ്ബിനെ ഓർത്ത് കരയാൻ അവസരം തന്ന റബ്ബേ അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. എന്തെന്നില്ലാത്ത സന്തോഷം കൊണ്ട് നിങ്ങളുടെ ഹൃദയം പിടക്കുകയാണ്. എന്തെന്നില്ലാത്ത ആഹ്ലാദം കൊണ്ട്, ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ആഹ്ലാദം കൊണ്ട്, മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം കൊണ്ട്, ജീവിതത്തിൽ ഏത് കാലത്തും എന്നും ആസ്വദിക്കാൻ ഉതകുന്ന റബ്ബിനോടുള്ള ഇഷ്ടമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ പൊട്ടി വിടർന്നിട്ടുള്ളത്.
ആ പൊട്ടി വിടർന്നിട്ടുള്ള ആ മുള അത് വ്യാപിപ്പിക്കുകയും അതിന് വെള്ളവും വെളിച്ചവും ഒഴുക്കിക്കൊടുത്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് അത് സ്പ്രെഡായി സുന്ദരമായിട്ടുള്ള ഈമാനിൽ കുതിർന്ന ജീവിതം, ശുക്രിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ എന്നെന്നും എനിക്ക് സാധിക്കുമെന്ന് നിങ്ങൾ നന്നായിട്ട് തീർച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ റബ്ബിനെ ഇനി എന്നും ഞാൻ ഇഷ്ടപ്പെടും. എന്റെ റബ്ബിനൊരിക്കലും ഞാൻ പഴിചാരുകയില്ല. എന്റെ റബ്ബ് എനിക്ക് നൽകിയതെല്ലാം എനിക്ക് ഹൈറാണ്. അവൻ നല്ലത് തന്നാൽ അതാണ് എനിക്ക് ഹൈറ്. അവൻ എനിക്ക് നല്ലതല്ലാത്തത് എനിക്ക് തോന്നുന്നത് തന്നാലും അതാണ് എനിക്ക് ഹൈറ്. എനിക്ക് രോഗം തന്നാൽ അതെന്റെ റബ്ബ് എനിക്ക് തന്നത് ഹൈറായിട്ടാണ്. എനിക്ക് ആരോഗ്യം തന്നാൽ അതാണ് എന്റെ ഹൈറ്. പക്ഷേ അള്ളാഹു റബ്ബിൻ ഇസ്സത്തിന്റെ ആ അനുഗ്രഹങ്ങള് അല്ലെങ്കിൽ അവൻ നൽകിയ ഹൈറാത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ഇടുങ്ങിയ സങ്കുചിതത്തോടുകൂടെ ജീവിച്ച ഹൃദയത്തിന്റെ ഉടമകളാകുന്ന നമ്മുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഈമാനിക പുഷ്പം വിടർന്നുകൊണ്ടിരിക്കുന്നു. ആ ഈമാനിക വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ കൂടിക്കൂടി വന്നിരിക്കുന്നു. ആ ഈമാനികമായിട്ടുള്ള ഒരു പ്രകാശം ഹൃദയത്തിന്റെ സകല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നു. ഈമാന് കൊണ്ട് നമ്മുടെ കൈകാലുകളിലേക്ക്, മൂക്കിലേക്ക്, കണ്ണിലേക്ക്, അവയവങ്ങളിലേക്ക്, എല്ലാ ഭാഗത്തേക്കും അതിങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നു. എന്തെന്നില്ലാത്ത സന്തോഷം, ഒരാത്മീയ സുഖം നിങ്ങൾ ആസ്വദിക്കുന്നു, ഒരാത്മാർത്ഥമായ സുഖം നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. സാവകാശം നിങ്ങളുടെ കണ്ണുകൾ തുറന്നോളൂ. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് തുറക്കാം. അള്ളാഹുവിന് ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം ചാലിട്ടൊഴുകിയിട്ടുണ്ട്. അള്ളാഹുവിനോട് ഇഷ്ടപ്പെട്ട ഒരു അടിമയായി നിങ്ങൾ തീർന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അവന് ശുക്ർ ചെയ്ത യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവ്വലു മൻ യുദ്ആ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യമായി ക്ഷണിക്കപ്പെടുന്ന വിഭാഗം അൽ ഹമ്മാദൂൻ, ധാരാളം അൽഹംദുലില്ല പറയുന്ന ആളുകളാണ്. എപ്പോ? സങ്കടഘട്ടങ്ങളിലും അൽഹംദുലില്ല പറയണം, സന്തോഷഘട്ടങ്ങളിലും അൽഹംദുലില്ല പറയണം, സന്തോഷിക്കുന്ന സമയങ്ങളിലും അൽഹംദുലില്ല പറയാൻ പറ്റണം, സങ്കടത്തിന്റെ ഘട്ടത്തിലും അൽഹംദുലില്ല പറയാൻ പറ്റണം. കാരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയതെല്ലാം ഖൈറിനാണ്. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മൾ ചെയ്ത ഈ മഹത്തായ സൽക്രമം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നും റബ്ബിനോട് ഇഷ്ടം എന്നും കൂടിക്കൂടി നല്ല ശാന്തമായ സുന്ദരമായ അവന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെ ചെറിയ അല്ലെങ്കിൽ ശുക്രിന്റെ ചെറിയൊരു മുള പൊട്ടിയിട്ടുണ്ട്. അതിനെ വികസിപ്പിക്കേണ്ടതും അതിനെ വളർത്തേണ്ടതും നമ്മളാണ്. ഈ കിട്ടിയ ഒരു ആനന്ദം, ഈ ഒരു ആത്മസുഖം നിങ്ങൾക്ക് എന്നും ആസ്വദിക്കാൻ ഒരു വഴി ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും അള്ളാഹു തആല നമുക്ക് നൽകുന്ന ഒരു 10 അനുഗ്രഹങ്ങൾ, ഒരു നോട്ട്ബുക്കും പേനയും വെച്ച് 10 അനുഗ്രഹങ്ങൾ എഴുതി വെക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ 10 അനുഗ്രഹങ്ങൾ ഒരു ദിവസം എഴുതി വെക്കുക. ഇന്ന് എഴുതാത്ത നാളെ എഴുതുക, നാളെ എഴുതാത്ത മറ്റന്നാൾ, അങ്ങനെ എല്ലാ ദിവസവും അള്ളാഹു തആല നമുക്ക് നൽകുന്ന 10 അനുഗ്രഹങ്ങൾ എഴുതി വെച്ച് രാത്രി കിടക്കുന്ന സമയത്ത് എഴുതി വെക്കുക. രാവിലെ പ്രഭാതത്തിൽ തന്നെ അത് എടുത്തിട്ട് വായിക്കാം. എങ്ങനെ വായിക്കണം? ഇപ്പൊ കണ്ണ് എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ കണ്ണ് നൽകിയ അല്ലാഹ് അൽഹംദുലില്ലാ. ഈ കണ്ണ് ഒരുപാട് ആളുകൾക്ക് കൊടുക്കാതെ എനിക്ക് എന്റെ റബ്ബ് താഴെ തന്നല്ലോ. ഈ കണ്ണ് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? അൽഹംദുലില്ലാ. മൂക്ക്, എനിക്ക് എന്റെ റബ്ബ് താഴെ മൂക്ക് തന്നല്ലോ. മൂക്ക് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾക്കും 2ഉം 3ഉം ശുക്ർ ചെയ്ത് അങ്ങനെ എല്ലാ ദിവസവും 10 അൽഹംദുലില്ലാ എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ടെൻഷൻ ഉണ്ടാകൂല, വിഷമങ്ങൾ ഉണ്ടാകൂല. നമുക്ക് നമ്മുടെ റബ്ബ് തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ആലോചിച്ച് ഇഷ്ടപ്പെട്ട് റബ്ബിലേക്ക് ആത്മീയമായിട്ടുള്ള ഒരു ലയനം അള്ളാഹു തആല സാധിപ്പിച്ചു തരട്ടെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്നത്തെ ക്ലാസിന്റെ അനുഭവം ഇൻഷാ അള്ളാഹ് നിങ്ങൾക്കൊക്കെ പറയാനും എഴുതാനുണ്ടാകും. നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതാം, അതുപോലെ തന്നെ ഗ്രൂപ്പുകളിൽ എഴുതാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയിക്കാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനിഷ്ടപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഖ്ലിസീങ്ങളിൽ, അവന്റെ ഇഷ്ടദാസന്മാരിൽ, ഇഷ്ടദാസൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട അടിമയാകണം. നമ്മൾ റബ്ബിനെ ഇഷ്ടപ്പെടുമ്പോൾ റബ്ബ് നമ്മയും ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹു ആ രൂപത്തിലുള്ള ആത്മാർത്ഥമായുള്ള ആത്മീയ ബന്ധം അള്ളാഹു നമ്മുടെയും റബ്ബിന്റെ ഇടയിൽ നൽകി സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.